Dear students, I welcome all of you to my class. Today, we are going to discuss electric field due to a dipole at a point on the equatorial line or at a point on the perpendicular bisector. So before the starting of this section, we need to understand what do you mean by equatorial line of an electric dipole. Here we have an electric dipole. So we know the axial line. We know about the axial line. It's a straight line passing through the centers of two charges. So that is the axial line. So we know about axial field. So we know the direction of electric dipole moment, that is from negative to positive charge along the axis. So we know the direction of axial field, that will be same as the direction of electric dipole moment. Direction of axial field is same as the direction of electric dipole moment. In this case, in the case of this figure, the direction of dipole moment is towards left. So here, the direction of axial field at the point A is towards the left. Now, at the point B, that is towards the left. So, we know that the direction of axial field is same as the direction of electric dipole moment. Now, let us come to the equatorial line. Now, this is the equatorial line. Equatorial line. നമ്മൾ ഈ കാണുന്നത് ഇക്വറ്റോറിയൽ ലൈൻ ആണ്. ആ ലൈൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ഇക്വറ്റോറിയൽ ലൈൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡൈപോളിന്റെ സെന്ററിലൂടെ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ലൈൻ. അപ്പൊ ഈ ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? ഈ ഡൈപോളിൻ്റെ പ്രസൻസിൽ ഇവിടെ എ എന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എന്ന പോയിന്റ് ലൈ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇക്വറ്റോറിയൽ ലൈനിലാണ്, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ്. അപ്പോൾ എ എന്ന പോയിന്റിലുള്ള ഡൈപോളിൻ്റെ പ്രസൻസിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. Suppose the point A is located at a distance of r from the center of the dipole. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു നമ്മുടെ പോസിറ്റീവ് ചാർജ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ നമ്മളിപ്പോൾ ആ ചാർജ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അതിവിടെ ഇ പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആക്സിയൽ ഫീൽഡിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇ പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു മൈനസ് ക്യൂ എന്ന ചാർജിന്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇവിടെ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ശരിയല്ലേ? നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയാണ്? ടുവേഡ്സ് നെഗറ്റീവ് ചാർജ്. ഇതാ ഇവിടെ അത് വെക്ടറായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്, ഇ മൈനസ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ടുവേഡ്സ് ദി നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇനി മനസ്സിലാക്കുക, ഇവിടെ എ എന്ന പോയിന്റിൽ നമ്മുടെ ഈ ഡൈപോളിന്റെ പ്രസൻസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഓരോ ചാർജിന്റെയും പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ ഡൈപോൾ ലെങ്ത് 2a ആണ്. നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ഇതിപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിരിക്കുന്നത് കൊണ്ട്, ഈ ബൈസെക്ടർ ലൈൻ വരച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദിസ് വൺ ഈസ് ദി സെക്കൻഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് പറയാം. ഏത് ഡിസ്റ്റൻസ്? ഇത്. വാട്ട് അബൌട്ട് ദിസ് ഡിസ്റ്റൻസ്? +2 നിന്ന് എ എന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ബൈ അപ്ലൈയിങ് പൈതഗോറസ് തിയറം. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് altitude square. So hypotenuse is equal to square root of base square plus altitude square. അങ്ങനെ നമ്മളോട് എഴുതിയിട്ടുണ്ട് +q നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതേപോലെ തന്നെ -q എന്ന ചാർജിൽ നിന്നും എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇതേപോലെ തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് +q എന്ന ചാർജിന്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ പ്ലസിനെ കുറിച്ചാണ്. ഇവിടെ ഇ പ്ലസിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഒരു കേസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? E is equal to 1/4 pi epsilon 0 1/4 pi epsilon 0 q divided by r square. ഇവിടെ ഈ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ r എന്നുള്ളത് എത്രയാണ്? ആറിൻ്റെ വാല്യൂ എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് മാറും. എന്ത് മാത്രമേ ഉണ്ടാവൂ? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. സോ ഈ പ്ലസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/4 pi epsilon 0 q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഡയറക്ഷൻ. അതിവിടെ വെക്ടറായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈ വെക്ടർ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ മൈനസ്, നമുക്ക് ഇതേപോലെ തന്നെ -q എന്ന ചാർജിന്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പറയാം. ഈ മൈനസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/4 pi epsilon 0 നമ്മൾ ചെയ്ത പോലെ തന്നെ q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എ എന്ന പോയിന്റിൽ നമ്മളുടെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും പ്രസൻസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഡൈപോളിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ എ എന്ന പോയിന്റിൽ +q എന്ന ചാർജിന്റെ പ്രസൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റിസോൾവ് ചെയ്യുന്നു, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലുമായിട്ട്. അതുപോലെ തന്നെ ഈ മൈനസിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും. ഇതിനു വേണ്ടി നമ്മൾ +1 പഠിച്ച വെക്റ്റർ റെസൊല്യൂഷന്റെ ഐഡിയ ഇവിടെ യൂസ് ചെയ്യുകയാണ്. സപ്പോസ് വി ഹാവ് എ വെക്റ്റർ എ. നമുക്ക് ഈ വെക്റ്ററിനെ എത്ര കമ്പോണന്റ് ആയിട്ട് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ +1 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം 2 ആക്സിസ് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ദിസ് ഇസ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. നൗ വാട്ട് അബൌട്ട് ദിസ് കമ്പോണന്റ് എ കോസ് തീറ്റ? വാട്ട് അബൌട്ട് ദിസ് കമ്പോണന്റ് എ സൈൻ തീറ്റ? നമ്മൾ ഈ ഐഡിയ നമ്മുടെ ഈ ഡെറിവേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ വെക്റ്റർ റെസൊല്യൂഷന്റെ ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി വെക്റ്റർ റെസൊല്യൂഷന്റെ ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്ലസിനെയും ഈ മൈനസിനെയും റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എ എന്ന പോയിന്റിൽ
പ്ലസ് ക്യൂ എന്ന ചാർജിൻ്റെ പ്രസൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട്, ദാറ്റ് ഈസ് ഇ പ്ലസ്. ഞാൻ ഇതിനെ ഹൊറിസോണൽ ഡയറക്ഷനിലും അതേപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആംഗിളിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ എങ്ങനെയാണ്? ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. അതുപോലെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇ പ്ലസ് എന്ന വെക്ടറിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് കിട്ടിയത് കണ്ടില്ലേ? എന്താണ് ഹൊറിസോണ്ടൽ കമ്പണൻറ്റ്? ഇ പ്ലസ് കോസ് തീറ്റ. എന്താണ് ഹൊറിസോണ്ടൽ കമ്പണൻറ്റ്? ഇ പ്ലസ് കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പണൻറ്റ് എന്താണ്? ഇ പ്ലസ് സൈൻ തീറ്റ. എന്താണ്? ഇ പ്ലസ് സൈൻ തീറ്റ. ഇതേപോലെ നമ്മൾ മൈനസ് ചാർജിൻ്റെ പ്രസൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെയും റിസോൾവ് ചെയ്യുകയാണ്. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നെഗറ്റീവ് ചാർജിൻ്റെ പ്രസൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് വരിക. ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്. അത് വെക്ടറായിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് ഹൊറിസോണൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലുമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ദാറ്റ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. നമുക്കത് മനസ്സിലാക്കാം. നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ആംഗിൾ തീറ്റയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കമ്പണൻറ്റ് ഹൊറിസോണൽ കമ്പണൻറ്റ് എന്താണ്? ഇ മൈനസ് കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പണൻറ്റ് എന്താണ്? വെർട്ടിക്കൽ കമ്പണൻറ്റ് ഏതാണ്? ഇ മൈനസ് സൈൻ തീറ്റ. ഇ മൈനസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ പ്ലസിൻ്റെയും അതേപോലെ ഇ മൈനസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? സെയിം ആണ്. അപ്പോൾ ഇ പ്ലസ് സൈൻ തീറ്റ എടുത്താലും ഇ മൈനസ് സൈൻ തീറ്റ എടുത്താലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇ പ്ലസ് സൈൻ തീറ്റയുടെയും ഇ മൈനസ് സൈൻ തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും ക്യാൻസലായി പോകും. എന്താണ്? ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ ക്യാൻസൽസ്. അതേപോലെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് കോസ് തീറ്റ എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇത് ക്യാൻസൽ ആവുമോ? ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. എന്താണ്? ദ നോർമൽ കമ്പോണൻസ് ക്യാൻസൽ ഈച്ച് അതർ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇ മൈനസ് സൈൻ തീറ്റ ആൻഡ് ഇ പ്ലസ് സൈൻ തീറ്റ ആർ നോർമൽ കമ്പോണൻസ്, പെർപെൻഡിക്കുലർ കമ്പോണൻസ്. So normal components cancel each other, whereas their horizontal components add up, give the resultant field at A. ഇപ്പോൾ A എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും സം ആയിരിക്കും. സോ E ഇസ് ഈക്വൽ ടു E പ്ലസ് കോസ് തീറ്റ പ്ലസ് E മൈനസ് കോസ് തീറ്റ. നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദറ്റ് ഈസ് E ഇസ് ഈക്വൽ ടു 1/4πε0. ഈ പ്ലസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. 1/4πε0 ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ കോസ് തീറ്റ പ്ലസ് 1/4πε0 Q ബൈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ കോസ് തീറ്റ. അത് രണ്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ സം ചെയ്ത് എഴുതി. ദറ്റ് ഈസ് E ഇസ് ഈക്വൽ ടു 2. ഇത് രണ്ട് സെയിം ടേംസ് ആണ്. അപ്പോൾ നമ്മൾ 2 എന്ന് എഴുതിക്കൊണ്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. സോ E ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 Q ഡിവൈഡ് ബൈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ കോസ് തീറ്റ. ഇനി നമ്മൾ തീറ്റയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ ഹൊറിസോണൽ ഡയറക്ഷൻ അതും ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, ഇതും ഹൊറിസോണ്ടൽ ലൈനാണ്. ഈ രണ്ട് ഹൊറിസോണ്ടൽ ലൈനിലെയും കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത്.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതേപോലെ ഈ ലൈനും ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ തീറ്റ തന്നെയാണ് ഇവിടെയുള്ള തീറ്റയും അതുപോലെ ഇവിടെയുള്ള തീറ്റയും എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം കോസ് തീറ്റ. കോസ് തീറ്റ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു കോസ് തീറ്റയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി. സോ വാട്ട് ഈസ് കോസ് തീറ്റ? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. വാട്ട് ഈസ് കോസ് തീറ്റ? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതുകയാണ്. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസെന്റ് സൈഡ്. ഇവിടെ അഡ്ജസെന്റ് സൈഡ് ഏതാണ്? എ ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഹൈപ്പോട്ടിന്യൂസ്? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമ്മളിതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പുള്ള ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കോസ് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ക്യൂബ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പോൾ ഇത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ആണ്. ഇത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1 ആണ്. നമുക്കതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്കറിയാം എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് റൈസ് ടു എം പ്ലസ് എൻ. ആ ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1 ഇൻറ്റു ഇതെന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. അപ്പോൾ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു വാട്ട് ഇസ് എം പ്ലസ് എൻ? 1 പ്ലസ് 1/2. അപ്പോൾ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ ഇസ് ഈക്വൽ ടു 1/4πε0 എന്താണ്? പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. 1 പ്ലസ് 1/2 എത്രയാണ്? 3/2. സോ ഇ ഇസ് ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. അടുത്തതായി നമ്മൾ വരുന്നത് ഒരു അപ്രോക്സിമേഷനിലേക്കാണ്. നമുക്കറിയാം ഫോർ എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ. നമുക്കറിയാം ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ബോഡി അതൊരു പക്ഷേ മോളിക്യൂൾ ആവാം. അപ്പോൾ ഈ കേസിൽ ഡൈപോൾ ലെങ്ത് അതിൻ്റെ റേഞ്ച് വരുന്നത് 10⁻⁻6 മീറ്ററിലാണ്. 10⁻⁻6 വളരെ ചെറിയ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ 2a എന്ന ഡൈപോൾ ലെങ്ത് വളരെ ചെറുതാണ്, എ എന്ന ലെങ്തും വളരെ ചെറുത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു അപ്രോക്സിമേഷൻ എടുക്കാം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. എ 0 എന്ന് എടുക്കാം. സോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഈ പറയുന്ന അപ്രോക്സിമേഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു 1/4πε0 പി ഡിവൈഡ് ബൈ എ 0 ആയിട്ട് വരും. സോ ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. അപ്പോൾ ഇവിടെ ഈ 2ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഇസ് ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ ക്യൂബ്.
അപ്പോൾ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്. ഒപ്പം നമ്മൾ ഡെറിവേഷൻ എഴുതി പഠിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ 1-2 അഡീഷണൽ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ദി ഡയറക്ഷൻ ഓഫ് ദിസ് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. നമുക്കറിയാം, ഇവിടെ ടോട്ടൽ എ എന്ന പോയിന്റിൽ നമ്മുടെ ഈ ഡൈപോളിന്റെ പ്രസൻസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്? ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് കോസ് തീറ്റ എന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ. ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് ടുവേർഡ്സ് ദി റൈറ്റ്. സോ ഹിയർ വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ദിസ് ഈസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് വൺ ഈസ് പോസിറ്റീവ് ചാർജ്. So we know in the case of an electric dipole, the direction of electric dipole moment is from negative to positive along the axis. In this case, the direction of dipole moment is towards left. But in this case, the direction of electric field is towards right. അപ്പോൾ മനസ്സിലാക്കുക, in the case of equatorial field, its direction is opposite to the direction of electric dipole moment. The next additional point is the electric field along axial and equatorial points are in opposite directions. And next point is the ratio of axial field to the equatorial field is 2:1. നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി നോ ദ എക്സ്പ്രഷൻ ഫോർ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഇ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 2p divided by r cube, and we have the expression for equatorial field as 1/4πε0 p by r cube. അപ്പോൾ നമ്മളിവിടെ ഒരു റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഇ ആക്സിയൽ ഡിവൈഡ് ബൈ ഈ ഇക്വിറ്റോറിയൽ. ഇവിടെ നമുക്ക് ഈ ഇക്വിറ്റോറിയൽ എടുക്കാം. ഈ ഇക്വിറ്റോറിയൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2/1 അല്ലെങ്കിൽ 2:1 എന്ന് കിട്ടും. നേരെ തിരിച്ചാണെങ്കിലോ ഈ ഇക്വിറ്റോറിയൽ ബൈ ഈ ആക്സിൽ എടുത്താൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. 1:2 എന്ന് കിട്ടും. സോ ഇൻ ദിസ് കേസ് ദ റേഷ്യോ ഓഫ് ആക്സിയൽ ഫീൽഡ് ടു ദി ഇക്വിറ്റോറിയൽ ഫീൽഡ് ഈസ് 2:1, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് equatorial field to the axial field is 1/2. ഇവിടെ നമ്മൾ ആക്സിയൽ ഫീൽഡിന്റെ ഡയറക്ഷനും ഇക്വറ്റോറിയൽ ഫീൽഡിന്റെ ഡയറക്ഷനും ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. നമുക്ക് അതിനുവേണ്ടി നമ്മൾ ആദ്യം ആക്സിയൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. ഇതാണ് ആക്സിയൽ ലൈൻ. ഈ വരച്ചിരിക്കുന്നതാണ് ഇക്വറ്റോറിയൽ ലൈൻ. നമുക്കിവിടെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരയ്ക്കാം. ടാൻജന്റ് ഡ്രോ ചെയ്തുകൊണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ. ഈ പോയിന്റ് ഡയറക്ഷൻ വരയ്ക്കാം. ഡയറക്ഷൻ എങ്ങനെ? ഇങ്ങനെയാണ്. ഇവിടെ പോയിന്റ് ഡയറക്ഷൻ ഇങ്ങനെ. ഈ പോയിന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ. ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. ഇനി നമ്മൾ ഈ പോയിന്റിൽ ആക്സിയൽ പോയിന്റിലെ ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? നമുക്ക് വരച്ച് കാണിക്കാം. ദാറ്റ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. ഇവിടെ ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? ദാറ്റ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇക്വിറ്റോറിയൽ പോയിന്റ്സിലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. ഇനി മറ്റൊന്ന്, നമ്മളിവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരച്ച് കാണിക്കുകയാണ്. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് അലോങ് ദി ആക്സിസ്. അപ്പോൾ ഇക്വിറ്റോറിയൽ ഫീൽഡ് വൈസ് നമുക്ക് മനസ്സിലാക്കാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. ഇക്വിറ്റോറിയൽ പോയിന്റ്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എങ്ങനെയാണ്? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. എന്നാൽ ആക്സിയൽ പോയിന്റ്സിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്. ഇവിടെ ഡൈപോൾ ഫീൽഡിനെ കുറിച്ച് നമുക്ക് അല്പം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം, along the axial line, E axial is equal to
E axial is equal to 1 by 4 pi epsilon 0 2p by r cube. Along equatorial line, E equatorial is equal to 1 by 4 pi epsilon 0 p divided by r cube. നമുക്കറിയാം ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിലും ആക്സിയൽ ലൈൻ ആണെങ്കിലും ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്ന് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യും. അത് നമ്മുടെ ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം. നമുക്കറിയാം ഫീൽഡ് ലൈൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഹയർ ആയിരിക്കും. അത് തമ്മിലുള്ള സ്പേസിംഗ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ലോവർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇക്വറ്റോറിയൽ ലൈനിൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോക്കിയേ ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിക്രീസസ്. അതുപോലെ ആക്സിയൽ ലൈനിലും അത് തന്നെയാണ്. ആർന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോക്കുക, ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് വെച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഹയർ ആണ്. വൈഡ്ലി സെപ്പറേറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ലോവർ ആണ്. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റ്സ് ഇലക്ട്രിക് ഫീൽഡും ആക്സിയൽ പോയിന്റ്സിലെ ഇലക്ട്രിക് ഫീൽഡും നമുക്ക് മനസ്സിലാക്കാം. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ഈ പ്രൊപ്പോർഷണൽ ടു 1 by r cube എന്ന ഇക്വേഷൻ ഒബേ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ, ഫീൽഡ് അലോങ് ആക്സിയൽ ലൈൻ, ദറ്റ് ഈസ് E axial is equal to 1 by 4 pi epsilon 0 2p divided by r cube. E equatorial is equal to 1 by 4 pi epsilon 0 p by r cube. അപ്പോൾ ഈ ആക്സിൽ ആണെങ്കിലും ഈ ഇക്വറ്റോറിയൽ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r cube. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r cube. അപ്പോൾ ആ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് നമ്മളിവിടെ കാണുക. When r increases, the value of electric field decreases. നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇക്വറ്റോറിയൽ ഫീൽഡ് ആണെങ്കിലും ആക്സിയൽ ഫീൽഡ് ആണെങ്കിലും സെയിം ഫീൽഡ് ബിഹേവിയർ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഫീൽഡ് ഒരേ രീതിയിൽ തന്നെയാണ് വേരി ചെയ്യുന്നത്. ഇവിടെ രണ്ട് കേസിലും ഈ പ്രൊപ്പോർഷണൽ ടു r cube, that is when r increases, electric field decreases. അടുത്തതായി നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇവിടെ തന്നിട്ടുണ്ട് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ ശ്രദ്ധിക്കുക. നൗ റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദി ഡിറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് P ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് E at P. നമുക്കത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ റീഡ്രോ ചെയ്തിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻ എ ആണ്. ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ P എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോ പോയിന്റ് കാണിച്ചിട്ടുണ്ട്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് അലോങ് ദി ആക്സിസ്. ഇനി P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അത് നമുക്ക് മാർക്ക് ചെയ്യാം. P എന്ന പോയിന്റ്, ഇതാണ് P എന്ന പോയിന്റ്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്കറിയാം ദി ഡയറക്ഷൻ ഓഫ് ഇക്വറ്റോറിയൽ ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. P എന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇക്വറ്റോറിയൽ ലൈനിലാണ്. അപ്പോൾ P എന്ന പോയിന്റിലുള്ള
ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് E is equal to എന്താണ്? 1/4πε0 P/r³. അടുത്തതായിട്ട് നമ്മൾ വരുന്നു physical significance of dipoles. Now, by using the idea of electric dipole, we can classify the molecules as polar molecules and non-polar molecules. First, polar molecules. Here, the centers of positive and negative charges do not coincide. Therefore, they have permanent dipole moment. അപ്പോൾ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലേക്ക് വരുന്നു. പോളാർ മോളിക്യൂളിൻ്റെ കേസിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോളാർ മോളിക്യൂളിൻ്റെ ഒരു കേസ് കൺസിഡർ ചെയ്യുന്നു. ഇത് ഒരു വാട്ടർ മോളിക്യൂളാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഈ മോളിക്യൂളിനെ ഞാനൊരു ജസ്റ്റ് ഒരു ബോഡി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഈ മോളിക്യൂളിൽ നെഗറ്റീവ് ചാർജസ് ഈ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ചാർജസ് ഈ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നെഗറ്റീവ് ചാർജ് സെൻറ്ററും പോസിറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന മോളിക്യൂളിന് എന്തുണ്ട്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് എലോങ് ദി ആക്സിസ്. അപ്പോൾ അതാണ് പോളാർ മോളിക്യൂൾ എന്ന് പറയുക. സോ ഹിയർ ദ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. സോ ഇൻ ദ കേസ് ഓഫ് പോളാർ മോളിക്യൂൾസ്, അവിടെ പോളാർ മോളിക്യൂളിൻ്റെ കേസിൽ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെർഫോർ ദേ ഹാവ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. നൗ എക്സാമ്പിൾസ് ഓഫ് polar molecules. First example is H2O, water molecule. HCl, hydrochloric acid molecule. Now, carbon monoxide, NH3, ammonia, dinitrogen monoxide, N2O. ഇതെല്ലാം പോളാർ മോളിക്യൂളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മിക്കവാറും ട്രയാറ്റോമിക് മോളിക്യൂൾസ് വരുന്നത് ഏതിൻ്റെ ഗ്രൂപ്പിലാണ്? പോളാർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നോൺ പോളാർ മോളിക്യൂൾസ്. എന്താണ് നോൺ പോളാർ മോളിക്യൂൾസ്? സോ ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്, ദ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ്. ഇപ്പോൾ ഇവിടെ ഒരു പോളാർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും എന്ത് ചെയ്തിരിക്കുകയാണ്? കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററുമായിട്ട് സെപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല എന്ന് പറയാം. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് P is equal to എന്താണ്? Q into 2A. സോ ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് 2A യുടെ വാല്യൂ എത്രയാണ്? 0. സോ വാട്ട് അബൌട്ട് ഡൈപോൾ മൊമെന്റ്? 0. അതാണ് നോൺ പോളാർ മോളിക്യൂൾസ്. നോൺ പോളാർ മോളിക്യൂൾസിന്റെ കേസിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമായിട്ട് എന്തില്ല? ഒരു സെപ്പറേഷൻ ഇല്ല. So let's consider its examples of non-polar molecules, that is H2, hydrogen, N2, nitrogen, O2, oxygen, CO2, carbon dioxide, CH4, methane. ഇതെല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആയിട്ട് വരുന്നത് മജോറിറ്റിയും നമ്മളുടെ നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് ഒന്ന് രണ്ടോ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2A. Electric dipole moment is a vector quantity. Electric dipole moment is a vector quantity. Its direction is from negative to positive charge along the axis. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ അതുപോലെ ഒരു ബോഡിയുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കുക? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഈസ് എ മെഷർ ഓഫ്
separation of positive and negative charges within a system. ഒരു സിസ്റ്റത്തിലെ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സെപ്പറേഷൻ കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഏത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഹയർ ആണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? ആ മോളിക്യൂളിൻ്റെ കേസിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജസുമായിട്ടുള്ള സെപ്പറേഷൻ എങ്ങനെയാണ്? ഹയർ ആണ്. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദിസ് മെഷർ ഓഫ് separation between positive and negative charges within a system. That means electric dipole moment indicates the overall polarity of the system. ഡൈപോൾ മൊമെൻറ്റ് ഹയർ ആണെങ്കിൽ പൊളാരിറ്റി ഹയർ ആയിരിക്കും. എന്താണ് ഈ പൊളാരിറ്റി എന്ന് പറയുക? പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ, പോളറൈസേഷൻ, ദാറ്റ് ഇസ് പൊളാരിറ്റി, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു പൊളാരിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഹയർ ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊളാരിറ്റി ഹയർ ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് കൂടുതലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ഡൈപോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് പഠിച്ചു കഴിഞ്ഞു. ആക്സിയൽ പോയിന്റ് ആണെങ്കിലും ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിലും അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, E പ്രൊപ്പോർഷണൽ ടു P, അതേപോലെ E പ്രൊപ്പോർഷണൽ ടു 1/r³. ഇത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്സ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അതേപോലെ E പ്രൊപ്പോർഷണൽ ടു 1/r³.